വാർത്തകളിലേക്ക് വിശദമായി. ക്രൈസ്തവ ബിഷപ്പുമാർക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമായതോടെ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത്. വീഞ്ഞും കേക്കും പരാമർശത്തിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പിൻവലിക്കുന്നു. മണിപ്പൂർ വിഷയം ബിഷപ്പുമാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കണമായിരുന്നു. ഈ നിലപാടിൽ മാറ്റമില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. വിശദാംശം AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിശദീകരണത്തിൽ സജി ചെറിയാൻ പറയുന്നത്? കേക്കുമായും രോമാഞ്ചം പരാമർശങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വിശദീകരണം കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. തന്റെ പരാമർശം ആരെങ്കിലും വേദന ഉണ്ടാക്കിയെങ്കിൽ ആ ഭാഗം പിൻവലിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ബിഷപ്പുമാർക്കെതിരെ നടത്തിയ സജി ചെറിയാന്റെ പ്രസ്താവനയിലാണ് അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് രാവിലെയോ ഇന്നലെയോ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. പകരം BJPക്കെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട BJPക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ വിഷയം, ഈ സജി ചെറിയാന്റെ പ്രസ്താവന കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു തന്റെ പരാമർശത്തിൽ മന്ത്രി വിശദീകരണം നൽകിയത്. ക്രൈസ്തവർക്ക് നേരെ കഴിഞ്ഞ വർഷം 700ഓളം ആക്രമണങ്ങൾ നടന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അക്രമങ്ങൾ കൂടുതൽ നടന്നതെന്ന് പറയാൻ ആരംഭിച്ചു. ഈ രാജ്യത്ത് BJP ഭരണത്തിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരായ ആക്രമണം വരികയാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. മണിപ്പൂർ കലാപം ഇല്ലായ്മ ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുകയോ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ലെന്നും സജി ചെറിയാൻ പറയുന്നു. ഈ മുസ്ലിം സമുദായങ്ങൾക്കെതിരെ അക്രമം തുടർക്കഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായ അക്രമ സംഭവത്തിനെതിരായ നിലപാടാണ് താൻ പറയാൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നുപോയി എന്നുമായിരുന്നു സജി പരാമർശം. ഈ പരാമർശത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പരാമർശം, അതായത് ചില ഭാഗങ്ങൾ മാത്രം താൻ പിൻവലിക്കുന്നു, എന്നാൽ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്നൊരു വിശദീകരണം കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്. ഫിജി, മന്ത്രി സജി ചെറിയാൻ വിവാദ പരാമർശത്തിൽ അദ്ദേഹം ഭാഗികമായി പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നു. കേക്കും വീഞ്ഞും പരാമർശം പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിശദാംശങ്ങൾ നൽകിയത് AT അശ്വതി. എന്നാൽ വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ